പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മൾ മലയാളികൾ നെഞ്ചിലേറ്റിയ പ്രിയപ്പെട്ട സംവിധായകൻ സച്ചിയുടെ ഓർമ്മകൾക്ക് ഇന്ന് 6 വയസ്സ് തികയുകയാണ്. കലയും കച്ചവടവും ഇഴചേർന്ന ഒരുപിടി സിനിമാ അനുഭവങ്ങൾ മലയാളിക്ക് സമ്മാനിച്ച പ്രിയപ്പെട്ട സംവിധായകൻ തൃശൂർ കൊടുങ്ങല്ലൂരിൽ നിന്നും അഭിഭാഷകനായി കൊച്ചിയിലേക്ക് നാടകകലയുടെ അനുഭവ പാഠങ്ങൾ, തിരക്കഥാകൃത്തായും സംവിധായകനായും മൗലികമായ സിനിമകളുടെ എണ്ണത്തേക്കാൾ ചെയ്ത സിനിമകളിലൂടെ തന്റെ പ്രതിഭ തെളിയിച്ച സച്ചിയുടെ വിയോഗം ഇന്നും മലയാള സിനിമയ്ക്ക് തീരാനഷ്ടമാണ്. എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാള് കുറെ നാളായിട്ട് മിസ്സിംഗ് ആണ്. ഒരിക്കൽ സച്ചി പറഞ്ഞു, ദേശാടന യാത്രികനെ പോലെ ഇന്നിൽ നിന്നും ഇന്നലകളിലേക്ക് തിരികെ പോകാനാണ് ആഗ്രഹമെന്ന്. ഒരു ദേശാടകനെ പോലെ അയാൾ വന്നു. വെള്ളിത്തിരയിൽ തനിക്ക് മാത്രം സാധ്യമാകുന്ന കാവ്യലോകം സൃഷ്ടിച്ചു. ഒടുവിൽ യാത്ര പോലും പറയാതെ പോയി മറഞ്ഞു. പക്ഷേ സച്ചി എന്ന പ്രതിഭ മാത്രമേ മറഞ്ഞിരുന്നുള്ളൂ. ആ തൂലികയിൽ നിന്നും പിറന്ന കഥകളും കഥാപാത്രങ്ങളും കഥാപരിസരങ്ങളും മലയാളി പ്രേക്ഷകരുടെ ഹൃദയത്തിൽ അങ്ങനെ നിറഞ്ഞുകിടക്കുന്നു. എഴുതിയ തിരക്കഥകളേക്കാൾ സംവിധാനം ചെയ്ത 2 സിനിമകളാണ് സച്ചി എന്ന കലാകാരന്റെ അടയാളപ്പെടുത്തൽ. അത് പക്ഷേ തിരകാവ്യങ്ങളിൽ സൃഷ്ടിച്ച പ്രായോഗികതയെയും കണ്ടും കേട്ടും വായിച്ചു മറിഞ്ഞ മനുഷ്യരുടെ പരിചിതമായ മനസ്സ് പഠിച്ചെടുത്തൊരു സിനിമാ എഴുത്തുകാരന്റെ മികവായിരുന്നു. മലയാള സിനിമയ്ക്ക് ചോക്ലേറ്റ് മധുരം സമ്മാനിച്ചായിരുന്നു സുഹൃത്ത് സേതുവിനൊപ്പം തിരക്കഥ രചിച്ച് അഡ്വക്കേറ്റ് KR സച്ചിദാനന്ദൻ എന്ന സച്ചി എത്തുന്നത്. കൊമേഴ്സ്യൽ സിനിമകളുടെ ഫോമാറ്റിൽ കാമ്പുള്ള തിരക്കഥകൾ. സ്വതന്ത്ര തിരക്കഥാകൃത്തായപ്പോൾ റൺ ബേബി റണ്ണിലൂടെ രാഷ്ട്രീയവും മാധ്യമവും വ്യക്തികളിലും സമൂഹത്തിലും സൃഷ്ടിക്കുന്ന സ്വാധീനത്തെ തികച്ചും വാണിജ്യ സിനിമാ ഫോമാറ്റിൽ റിലീസ് ചെയ്ത കാലത്തെ വെല്ലുവിളികളെ പോലും അതിജീവിച്ച് രാഷ്ട്രീയ പ്രമേയം പറഞ്ഞ രാമലീല അനുപമമായി നിൽക്കുന്നതും ആ പ്രതിഭാസമ്പന്നത തന്നെ. പക്ഷേ സച്ചി എന്ന അടയാളപ്പെടുത്തൽ പ്രണയം മരണം പോലെ ശക്തമാണെന്ന് പറഞ്ഞ അനാർക്കലിയിലൂടെയായിരുന്നു. പ്രണയത്തിന് കാലമോ ദേശമോ തടസ്സമല്ലെന്ന് അനാർക്കലി എന്ന നാദിറയും സലിം എന്ന ശാന്തനവും അതിമനോഹരമായി പറഞ്ഞുവച്ചു. എന്നാൽ സച്ചി എന്ന സംവിധായകനും തിരക്കഥാകൃത്തും കയ്യുതുക്കം കൊണ്ട് പ്രേക്ഷകനെ പിടിച്ചിരുത്തിയത് അയ്യപ്പന്റെയും കോശിയുടെയും പോരിന്റെ കഥ പറഞ്ഞാണ്. നല്ലവനായ നായകൻ, ദുഷ്ടത്തരങ്ങളുടെ കൂമ്പാരമായ വില്ലൻ എന്ന പതിവ് ശൈലികളില്ലാതെ മനസ്സിൽ നന്മയും തിന്മയും എല്ലാമുള്ള 2 മനുഷ്യരുടെ കലഹം. സാഹചര്യങ്ങൾ അവരെ കൊണ്ട് കെട്ടിക്കുന്ന വേഷങ്ങൾ അത്രമേൽ ഭംഗിയായി എഴുതിയും ദൃശ്യവൽക്കരിച്ചും മലയാളികൾക്ക് സമ്മാനിച്ചു. അയ്യപ്പൻ നായരും കോശി കുര്യനും തമ്മിൽ കൊമ്പുകോർത്തപ്പോൾ മലയാളിക്കര പക്ഷഭേദമില്ലാതെ സച്ചിക്കൊപ്പം ചേർന്നു. അവിടെ സ്വയം വഴിവെട്ടി വന്ന് സിനിമാ തറവാട്ടിലേക്ക് ഒരു കസേര വലിച്ചിട്ട് സച്ചി ഇരിപ്പുറപ്പിച്ചു. സിനിമകളുടെ വേർതിരിവിനപ്പുറം ഒരുപാട് പേർ കാണുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന സിനിമയുടെ ഭാഗമാകുന്ന സത്യസന്ധമായ സിനിമകൾ ചെയ്യാനായിരുന്നു സച്ചി എന്ന സംവിധായകന്റെ സ്വപ്നം. പക്ഷേ എഴുതിയ കഥാപാത്രങ്ങളുടെ വിധിയെ നിർണയിച്ച ആ തൂലിക സിനിമാ ജീവിതത്തിൽ വെറും 13 ആണ്ടിന്റെ ദൈർഘ്യം മാത്രം സമ്മാനിച്ച് 2019 ജൂൺ 18 കടന്നു പോയിരിക്കുന്നു. പറയാനുള്ള കഥകളും അതിലെ കഥാപാത്രങ്ങളും ബാക്കിയാണ്. എങ്കിലും സച്ചി ഒരുക്കിയ ജീവിതങ്ങൾക്ക് വയനാടിൻ്റെയും അട്ടപ്പാടിയുടെയും മനോഹാരിതയും അങ്ങകലെ ലക്ഷദ്വീപിന്റെ പവിഴമുത്തുക്കൾ നിറഞ്ഞ നീലക്കടലിനോളം ആഴമുണ്ടായിരുന്നു. പ്രണാമം പ്രിയപ്പെട്ട സച്ചി. കഥാന്ത്യത്തിൽ കലങ്ങിത്തെളിയണം, നായകൻ വില്ലൊടിക്കണം, കണ്ണീര് നീങ്ങി കളിച്ചിരിയിലാവണം ശുഭം, കയ്യടി പുറകെ വരണം. എന്തിനാണ് ഒരു ചോദ്യമോ ദുഃഖമോ ബാക്കി വയ്ക്കുന്നത്? തിരശ്ശീലയിൽ നമുക്ക് ഈ കൺകെട്ടും കാർണിവലും മതി. എന്റർടൈൻമെന്റ് ഡെസ്ക്, ന്യൂസ് മലയാളം.